ഛത്തീസ്ഗഡിൽ കേരളത്തെയും രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. അവർ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നത് രാജ്യത്തെ നിയമങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടി വരും, രാജ്യത്തെ കോടതി തീരുമാനിക്കേണ്ടി വരും. പക്ഷേ കാര്യങ്ങൾ അതിസങ്കീർണമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NIA കേസ് കൈമാറുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതോടെ കന്യാസ്ത്രീകളുടെ മോചനവും അകലുകയാണ്. പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. അതിനിടെ UDF MMയുടെ സംഘം കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുമെന്ന് ഉറപ്പ് അമിത്ഷാ നൽകിയിട്ടുണ്ട്. പക്ഷേ കേസ് NIA കോടതിയിലേക്ക് ആണ് പോയിരിക്കുന്നത്. കാരണം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് കേസ് പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമില്ല, അതുകൊണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ല എന്നാണ് സെഷൻസ് കോടതി നിരീക്ഷിച്ചത്. ഹൈക്കോടതി സമീപിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പക്ഷേ കേസ് നേരെ പോകുന്നത് NIA കോടതിയിലേക്കാണ്. അവർ ജയിലിൽ തന്നെ തുടരുമ്പോൾ പുറത്ത് ജയ് ശ്രീറാം വിളികളുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. കന്യാസ്ത്രീകളെ കാണാൻ ആദ്യം അനുമതി നിഷേധിക്കപ്പെട്ട വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള CPM സംഘത്തിന് ഒടുവിൽ അനുമതി ലഭിച്ചു. അവർ കന്യാസ്ത്രീകളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ദുർഗ് സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെയാണ് ഈ ദുർഗ് കോടതിയിലേക്ക് കേസ് എത്തിയത്. പക്ഷേ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കണ്ടപ്പോൾ ഈ കേസ് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് മാറ്റാമെന്നുമാണ് സെഷൻസ് കോടതി പറഞ്ഞത്. കേസ് ഇപ്പോൾ ബിലാസ്പൂർ NIA കോടതിയിലാണ്. കാരണം കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അതീവ ഗുരുതരമാണ്. ദുർഗിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായത്. എന്നിട്ടും രക്ഷയുണ്ടായില്ല. കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കണ്ട വൃന്ദ കാരാട്ട് പറഞ്ഞത് രണ്ടുപേർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അടിയന്തരമായി അവരെ ജയിൽ മോചിതരാക്കണമെന്നും ഇരുവരെ നിലത്താണ് കിടത്തിയിരിക്കുന്നതെന്നുമാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ജോസ് കെ മാണി MP പറഞ്ഞത്. കന്യാസ്ത്രീകൾ വലിയ ഉപദ്രവം നേരിട്ടു, പുറത്തു പറയാൻ സാധിക്കാത്ത അതിക്രമങ്ങൾ അവർക്കെതിരെ ഉണ്ടായി, എല്ലാം ഭരണകൂടത്തിന്റെ പദ്ധതിയെന്ന് ജോസ് കെ മാണി അവിടെ ഇരുന്ന് പറയുന്നതിനേക്കാൾ കേരളത്തിൽ വന്ന് വിശദീകരിക്കുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. ജോസ് കെ മാണി അതിന് തയ്യാറാകുമോ? കേരളത്തിൽ വന്ന് ജോസ് കെ മാണി കന്യാസ്ത്രീകളെ അനുകൂലിച്ച് സംസാരിച്ചില്ലെങ്കിൽ എന്താകും നിലനിൽപ്പെന്ന് ഇനിയുള്ള കാര്യം. എന്തായാലും കന്യാസ്ത്രീകളുടെ ആരോഗ്യനില മോശമാകുന്നു എന്ന് ആനി രാജയും വ്യക്തമാക്കിയിട്ടുണ്ട്. മരുന്നുകൾ പോലും ലഭ്യമല്ല, അവർ പ്രായമായവരാണ്, അതുകൊണ്ട് തന്നെ ജയിലിലെ ആശുപത്രിയിലേക്കെങ്കിലും അവരെ മാറ്റണമെന്ന് ആനിരാജ അടക്കം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ കേസ് ഇനി NIA കോടതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ NIA കോടതിയിലെ അന്തിമ തീരുമാനമനുസരിച്ച് മാത്രമേ ഇവർക്ക് ജാമ്യമടക്കമുള്ള നിയമസഹായങ്ങൾ ലഭിക്കൂ എന്ന നിലപാടിലാണ് ഛത്തീസ്ഗഡിലെ അധികൃതരും. എന്തായാലും ഈയൊരു കേസ്, രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു എന്നൊരു കേസ്, പക്ഷെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകർ തെളിയിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിൽ നിന്നും വലിയൊരു സംഘം അഭിഭാഷകരും വൈദികരുമടക്കം ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് നിയമസഹായം ഉറപ്പുവരുത്തുക തന്നെയാണ് ലക്ഷ്യം. കാരണം ഇനി രാഷ്ട്രീയ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും ഈ കേസ് നേരെ ഹൈക്കോടതിയും കടന്ന് NIAയുടെ പ്രത്യേക കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരുമാനം ഇനിയും അറിയാൻ നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച